സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 14-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവകാശങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് അവരുടെ തീരുമാനം. കൂടുതൽ പ്രവർത്തകരെ സമരകേന്ദ്രത്തിലേക്ക് എത്തിക്കാനാണ് നീക്കം. ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ സമരവേദിയിലേക്ക് എത്തിയേക്കും. അലക്സ് റാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും. അലക്സ്, ഗുഡ് മോർണിംഗ്. ഈ 26,000-ഓളം ആശാ വർക്കർമാരിൽ എത്ര പേർ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് കണക്കൊക്കെ എടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം, അലക്സ്? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഈ സമരത്തിന് സർക്കാർ ഉദ്ദേശിച്ച രീതിയേക്കാൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ, ഒപ്പം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, നേതാക്കളുടെ പിന്തുണ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഇടങ്ങളിൽ നിന്ന് അവർക്ക് വ്യാപകമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. അത് സർക്കാർ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ കണ്ടവർ സമരം ചെയ്തു പോകും എന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചെങ്കിൽ അത് തെറ്റി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ സംഘടനകൾ അവർക്ക് ഐക്യദാർഢ്യവുമായി ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നുണ്ട്. നാളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രകടനം നടത്തുന്നുണ്ട്, ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നുണ്ട്. അവരുടെ ഈ സമരത്തിന് വേണ്ടി അവർക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രകടനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ നേതാക്കൾ, ഒപ്പം BJP നേതാക്കളൊക്കെ ഈ സമരകേന്ദ്രത്തിലേക്ക് എത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് കണ്ടു. CPIയുടെ നേതാവ് C. ദിവാകരൻ പോലും ഈ സമരകേന്ദ്രത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അതായത് അരമണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ സമരം അവസാനിപ്പിക്കാം എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അദ്ദേഹം ഈഗോ വെടിഞ്ഞ് ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായാൽ ഈ സമരം തീരും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെങ്കിൽ C. ദിവാകരൻ ഒരു പടി കൂടി കടന്നാണ് കഴിഞ്ഞത്. 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിക്ക് സമരം തീർക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആശാപ്രവർത്തകർ ഈ സമരകേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് അവർ നീക്കം നടത്തുന്നുണ്ട്. സമരം തീവ്രമാക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. ഇന്ന് 14-ാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഹാഷ്മി, 26,000-ഓളം ആശാപ്രവർത്തകർ സംസ്ഥാനത്ത് എമ്പാടുമായി ഉണ്ട് എന്നാണ് കണക്ക്, പൊതുവെയുള്ള കണക്ക്. അതിലെത്ര ആശാപ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന കണക്ക് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. ഔദ്യോഗികമായും സർക്കാർ ആ കണക്കെടുക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമല്ല. ഇനി അവരോട് എന്തെങ്കിലും പ്രതികാര മനോഭാവമോ നടപടിയോ സ്വീകരിക്കുമെന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്താണെങ്കിലും ആ കണക്കെടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് ഹാഷ്മി. അതായത് സംസ്ഥാന സർക്കാർ ഈ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ധനവകുപ്പിന്, ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ആ ശുപാർശ നൽകിയത്. അവർ ആവശ്യപ്പെടും പോലെ പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കണം, അല്ലെങ്കിൽ ആക്കണമെന്നൊന്നുമല്ല, കഴിയുന്നത് 1,000 രൂപയെങ്കിൽ 1,000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് ആരോഗ്യവകുപ്പ്. അത് മന്ത്രിയുമായി ആശാപ്രവർത്തകരുടെ നിരന്തരമായ ചർച്ചയെ തുടർന്നാണ് അങ്ങനെ ഒരു ശുപാർശ ധനവകുപ്പിന് മുന്നിൽ വെച്ചത്. പക്ഷേ ധനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ആ ഫയൽ കിടക്കുകയാണ്. ധനവകുപ്പ് അതൊന്ന് തൊട്ടു നോക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 100 കോടി രൂപ ഇവർക്ക് ഇൻസെൻറ്റീവ് നൽകാൻ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചു. കേന്ദ്രം നൽകേണ്ട തുകയാണ്, അത് സംസ്ഥാന സർക്കാരാണ് കൊടുത്തത്. ആ തുക ഇനിയും കേന്ദ്രം തിരികെ നൽകിയിട്ടില്ലെന്നുള്ള പരാതി സംസ്ഥാന സർക്കാരിനുണ്ട്. എന്താണെങ്കിലും ഇവിടെ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. സമര നേതാക്കൾ നമുക്കൊപ്പം ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 14-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്നു. നിങ്ങളുടെ ആവശ്യം കുറെ കൂടി തീവ്രമായി ഉറപ്പിക്കുന്നതും ഇവിടെ നിന്ന് പിന്നോട്ടില്ല എന്ന് തീരുമാനിക്കുന്നതിനും തുല്യമല്ലേ അത്? അങ്ങനെ തീരുമാനിച്ചിട്ടാണല്ലോ നമ്മൾ വന്നത്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇത് നേടിയെടുക്കാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നേടിയെടുത്തോണ്ടേ പോകത്തുള്ളൂ. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശ ആരോഗ്യവകുപ്പ്, അതുകൊണ്ട് 1,000 രൂപ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ കഴിഞ്ഞ ഡിസംബറിൽ കൊടുത്തത് ധനമന്ത്രിയുടെ ഓഫീസിൽ കിടക്കുന്നു എന്നാണ് പറയുന്ന ഒരു കാര്യം. 1,000 രൂപ വർദ്ധിപ്പിക്കാനല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ PSC അംഗങ്ങളുടെ കൊടുത്തത് എത്ര ലക്ഷമാണ്? അപ്പോൾ മാസം 4-5 ലക്ഷം കൊടുക്കുമ്പോൾ 7,000 രൂപ കിട്ടുന്ന ആളുകളുടേത് ഒരു മെച്ചപ്പെട്ട നിലയിൽ വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 21,000 രൂപ പട്ടിണിക്കൂലിയാണത്. ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന മിനിമം വേതനമാണത്. CIT ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റുകളിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ ആശാ യൂണിയൻ്റെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അത് വളരെ തുച്ഛമായ ഒരു വർധനവ് കൊണ്ട് എന്ത് നേടാനാണ്? മറിച്ച് മാന്യമായി നമുക്ക് ജീവിക്കാനുള്ള ഒരു തുക നൽകണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. ആശാപ്രവർത്തകയല്ലേ, ഈ സമരം തുടരും, അതായത് ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് വരെ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അതെ, സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ സമരകേന്ദ്രത്തിലേക്ക് എത്തും. അതെ, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ ഇതര പാർട്ടികൾ എല്ലാവരും പിന്തുണ ഞങ്ങൾക്കുണ്ട്. കേരളം ചേച്ചിമാരുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ അലക്സ്? രാവിലെ ചേച്ചിമാരുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതെ, മുഖ്യമന്ത്രിയും അതായത് ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്ക് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഞങ്ങളെ വേതനമല്ലേ ചോദിക്കുന്നത്, ഞങ്ങളെ ആവശ്യങ്ങളും അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ഇവിടെ നിർത്തും. അശ്മി, അതിരാവിലെ വരുന്നവരാണ്. അതായത് നമുക്കറിയാം പകൽ ഭയങ്കര ചൂടാണ് ഇവിടെ. അതെ, അവർ തുടരുന്നുണ്ട്. അതെ, രാപ്പകൽ സമരമാണ് അവർ തുടരുന്നുണ്ട്. അതായത്
ഞാൻ പറഞ്ഞു വന്നത് ഈ പകൽ ഭയങ്കര താപനിലയാണ്, ചൂട് വളരെ കൂടുതലാണ്, 34-35 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രി ആകട്ടെ തണുപ്പാണ്. ഏതാണ്ട് മണിക്കൂറുകളുടെ ഇടവേളയിൽ 18-21 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ താപനിലയുടെ ഒരു വ്യതിയാനം വരുന്നത്. ചേച്ചി ഭക്ഷണം കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ ഒന്നും കഴിച്ചില്ല? ഇല്ല ഇല്ല, ഇവിടെ നമ്മളെല്ലാവരും കൂടെ സഹായിച്ച് കൊണ്ടുവരല്ലേ, നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ആഹാരമൊക്കെ കഴിക്കും? എന്താ എത്ര മണിയോട് ആഹാരമൊക്കെ കഴിക്കും? ആഹാരം 9 മണിക്കകത്ത് വൈകുന്നേരം കഴിക്കും. ഇവിടെ രാവിലെ അങ്ങനെയാണ്, 9 മണിക്കകത്ത് എത്തും, ഫുഡ് എത്തും, അങ്ങനെ കഴിക്കും. ഒരു 10-14 ദിവസമായിട്ട് ജീവിതത്തിന്റെ ഒരു സമയവും താളവും ഒക്കെ തെറ്റി. ഞങ്ങൾ ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്യണവരാ. ഇപ്പോൾ ഇത് തൊണ്ടയെല്ലാം പോയി, ഇവിടെ നിന്ന് കിട്ടണ നമുക്ക് ആദ്യം ചോദിക്കാൻ പറ്റുമോ ചൂടുവെള്ളം എപ്പോഴും എന്താന്ന് പറയാൻ പറ്റുമോ? ആർക്ക് പറ്റും? അങ്ങനെ എന്താണോ കിട്ടുന്നത് അതിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ മണ്ണിലും പൊടിയിലും പിന്നെ കൊതുകടി എന്ന് പറഞ്ഞ ദേഹമൊന്നുമില്ല, അങ്ങനെ കടിച്ചു പറയും. പക്ഷേ നമുക്ക് ഇതിനെ തുടർന്നുകൊണ്ട് പോയേ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യാനാണ്? ഇനി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? വീടൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിഞ്ഞൂടെ ഇനി ചെല്ലുമ്പോൾ, അവിടെ ഏത് അവസ്ഥയെന്ന് അറിയില്ല. എങ്കിലും ഇവിടെ ഇരിക്കുകയാണ്, കുടുംബക്കാരെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി തുടങ്ങി. നല്ലതുപോലെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് അവസ്ഥ. അത് തന്നെയാണ്, നല്ല ശ്വാസം മുട്ടലുള്ള ആളാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ളതാണ്. നമ്മളിങ്ങനെ നടക്കണമെങ്കിലും നമ്മുടെ ആരോഗ്യമൊക്കെ മറന്നിട്ടാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ വന്ന് ഈ പൊടി അടിക്കാനേ പാടില്ല. പക്ഷേ ഈ 14 ദിവസം കൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ഒരു ഇതിൻ്റെ പുറത്ത് ഇനി എന്തൊക്കെ അസുഖം വരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട പൈസയല്ലേ നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്, ഭരണാധികാരികൾക്ക് മാത്രം എന്തുകൊണ്ട് മനസ്സിലാവണില്ലെന്ന് നമുക്കറിയില്ല. എന്താ അവർ വിളിക്കുന്ന സമയത്ത് ഏത് സമയത്തും ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കണം. എന്ത് കാര്യം പ്രകൃതിയിൽ എന്ത് നടന്നിരുന്നാലും നമ്മൾ ആശാ വർക്കർ വേണം. അവരെന്താ നമ്മുടെ കാര്യം മറ്റുള്ള ചിന്തിക്കാത്തത്? ഒരു 7000 രൂപ തന്നെ 10 ക്രൈറ്റീരിയ വെച്ചിട്ട് ഇപ്പോൾ കിട്ടാത്ത എത്രയോ PHSകളുണ്ട്. 3 ക്രൈറ്റീരിയ പോയെങ്കിൽ 2200 രൂപ പോയില്ലേ? അങ്ങനെ കിട്ടിയ എത്ര പേരുണ്ട് ഈ സമരത്തിൽ കിടന്നിട്ട് പോലും? നമുക്ക് അവരുടെ സമരം ഇപ്പോൾ അങ്ങനെ 14 ദിവസം അങ്ങനെ നീളുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ 100% സത്യമാണ്. എന്നാൽ രാപ്പകൽ സമരമാണ്. ഈ പറയുന്ന രീതിയിൽ പകൽ സമയത്ത് കൊടിയ ചൂടിലും രാത്രി തണുപ്പിലും അവിടെ ഭയങ്കര കൊതുകാണ്. ആ കൊതുകത്തൊക്കെ കിടന്ന് സഹനം സഹിക്കുകയാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ. അവരുന്നയിക്കുന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാവുന്ന ആവശ്യമേ ഉള്ളൂ. അത് പരിഹരിച്ചു കൊടുക്കണം എന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി. അതിൻ്റെ മറ്റ് പരിഗണനയൊക്കെ മാറ്റിവെച്ച് ഇനി അവരുടെ രാഷ്ട്രീയ പിന്തുണ എന്താണ്, ആരാണ് അവർ പിന്തുണയ്ക്കുന്നതെന്ന് നോക്കാതെ അവരുന്നയിക്കുന്ന ആവശ്യം ഉറപ്പായും ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്നത് ഉറപ്പ് അത് പരിഗണിക്കണം എന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ്. അല്ലാതെ ഈ 26,000 പേരിൽ എത്ര പേർ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ അന്വേഷിച്ച് ചുമ്മാ വെറുതെ അവർക്ക് പിന്നെയും ആദ്യം ആശങ്ക ഉണ്ടാക്കണോ?